കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് വിതരണം പൂർണ്ണമായും നിലച്ചതോടെ നെട്ടോട്ടമോടി സാധാരണക്കാർ. മാരക രോഗങ്ങൾക്കുള്ള മരുന്ന് പോലും ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നില്ല. വിതരണ കമ്പനിയുമായി ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ ചർച്ച പരാജയമായെങ്കിലും പരിഹാര നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് ഇതുവരെ കടന്നിട്ടില്ല. മരുന്ന് വിതരണം നിലച്ചിട്ട് 13 ദിവസമായി. ദിവസേന 3000-ലധികം രോഗികളെത്തുന്ന സാധാരണക്കാരന്റെ ഏക ആശ്രയമായ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം അതിരൂക്ഷമാണ്. മരുന്ന് വാങ്ങാനെത്തുന്ന രോഗികളൊക്കെ തന്നെ മരുന്നില്ലെന്നറിഞ്ഞ് തിരിച്ചു പോകേണ്ട ഗതികേടിലാണ്. ഇവിടെ മരുന്നില്ല. ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഷോപ്പ് പോയി, ഈ മരുന്ന് അവിടെ ഇല്ല. ഒരു മരുന്നില്ല. ആശുപത്രിയിലെ ന്യായവില മരുന്ന് സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങാൻ എത്തിയവരാണ് ഇവരൊക്കെയും. എന്നാൽ ഡോക്ടർ കുറിച്ചു തന്ന മരുന്നുകളൊന്നും ന്യായവില സ്റ്റോറിൽ നിന്ന് ഇവർക്കാർക്കും ലഭിച്ചില്ല. ഇത് പേരാമ്പ്ര സ്വദേശി പുഷ്പരാജൻ. മകൾക്ക് പാൻക്രിയാസിൽ ക്യാൻസർ ആണ്. പക്ഷേ വാങ്ങേണ്ട മരുന്നൊന്നും ഇവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ പുറത്തുകടയിൽ നോക്കണം. ആ മേലത്തെ പിത്താശത്തിനുള്ളൊരു ഗുളിക കഴിക്കാനുണ്ട്. 2 മാസം കഴിക്കേണ്ട ഗുളിക അതില്ല. അതിവിടെ ഉണ്ടോ നോക്കിയാൽ പുറത്ത് ഭയങ്കര 1000 ഒരു മാസത്തേക്ക്. മരുന്നില്ല എന്ന ഒരേ ഒരു പല്ലവി, അതാണ് എല്ലാവർക്കും പറയാനുള്ളത്. ഇവിടെ മരുന്നില്ല, പിന്നെ ലാബ് ടെസ്റ്റ് ഒക്കെ പുറത്തേക്കാണ്. ഒന്നും ഇവിടെ ഇല്ല. ഡോക്ടർമാരും ഒരു ഹോസ്പിറ്റലിൽ മാത്രമേ ഇവിടെ ഉള്ളൂ. വേറൊരു ഇതൊന്നും ഇവിടെ ഇല്ല. പ്രയാസം നേരിട്ട് നമുക്ക് സാമ്പത്തികമായിട്ട് പ്രയാസവും പിന്നെ നടക്കൽ പ്രയാസവും ഒക്കെ തന്നെ. പിന്നെ ദിവസങ്ങൾ പോകണം. അതന്നെ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഷോപ്പ് പോയി, ഈ മരുന്ന് അവിടെ ഇല്ല. ഒരു മരുന്ന് അന്നേരം പറഞ്ഞു ഇവിടെ പോയി, ഇവിടെ ഇല്ല. അതുപോലെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ട് 5 റുപ്യേൻ്റെ ബോട്ടിൽ അവിടെ ഉണ്ട്, അവർ തരുന്നില്ല. അതും ഞാൻ പാലിയെ പോയിട്ട് 5 റുപ്യ കൊടുത്തിട്ട് മേടിച്ചുകൊണ്ട് കൊടുത്ത് എൻ്റെ ബ്ലഡ് എടുത്തു. മരുന്ന് ഇവിടെ ഒരു മരുന്നും ഇവിടെ ഇല്ല. ഇതാ 1500 റുപ്യേനെ മരുന്നിട്ടതാ. ഇത് കണ്ടിൽ വിട്ടിട്ട് കരിയേരി വേണ്ട ഒന്നുമില്ല. ഇതാ 500 റുപ്യ 5 ദിവസത്തേക്ക്. ഈ സ്ഥിതി തുടർന്നാൽ ആശുപത്രിയിലെ ന്യായവില മരുന്ന് ഷോപ്പിന് അധികം വൈകാതെ പൂട്ടിടേണ്ടി വരും. മരുന്ന് വിതരണക്കാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിട്ടും ആശുപത്രിയിലേക്ക് മരുന്നെത്തിക്കാനുള്ള നീക്കങ്ങളൊന്നും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. വീണ്ടും ചർച്ച നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിയാനുള്ള ശ്രമമാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് അടക്കം ലക്ഷങ്ങൾ ചെലവഴിച്ച ആർഭാടപൂർവ്വം ആഘോഷങ്ങൾ സംഘടിപ്പിച്ച അതേ ജില്ലയിൽ തന്നെയാണ് സർക്കാർ കുടിശ്ശിക കൊടുത്തു തീർക്കാത്തതിന്റെ പേരിൽ രോഗികൾ വലയുന്നത് എന്നതാണ് വാസ്തവം. മരുന്ന് വാങ്ങാനെത്തുന്ന രോഗികളൊക്കെ നിരാശയോടെ മടങ്ങുകയാണ്. 90 കോടിയാണ് മരുന്ന് വിൽപ്പന നൽകിയ കമ്പനിക്ക് ആശുപത്രി കൊടുക്കാനുള്ളത്. അത് കൊടുത്തു തീർത്താൽ മാത്രമേ മരുന്ന് ആശുപത്രിക്ക് നൽകൂ എന്നാണ് മരുന്ന് വിതരണക്കാർ പറയുന്നത്. അവരെ ചർച്ചയ്ക്ക് പോലും വിളിക്കാൻ ആരോഗ്യവകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഹോസ്പിറ്റലിൽ നിന്നും ക്യാമറമാൻ പ്രശോഭിനൊപ്പം അനഘ ഹർഷൻ, ജനം.